ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സമയം 2:30 മണി കഴിഞ്ഞു. 3 മണിയാകാറേക്കായി. ഞങ്ങൾ ഇതുവരെയും കഴിച്ചില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ചോറിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ ചോറാണ്, ചുമന്ന ചോറാണ്, റേഷനരി അല്ല. റേഷനരി മോൾക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ചുമന്ന തരിയെ വയ്ക്കുകയുള്ളൂ. സ്കൂളിലും ഇത് തന്നെയാണ്. അതിനുശേഷം പാവയ്ക്ക ഉപ്പേരി വെച്ചു. അതെനിക്ക് വേണ്ടി മാത്രമാണ്, ഇവൾക്കല്ല. പിന്നെ അവിയലുണ്ട്, കുറച്ച് വെച്ചോളൂ കേട്ടോ. അവിയലും എനിക്കാണ്, അവൾക്കത് ഇഷ്ടമേ അല്ല. പിന്നെ നത്തോലി ഫ്രൈ ഉണ്ട്, നത്തോലി വറുത്തതാണ്. അത് അവളും ഞാനും കഴിക്കും, എനിക്ക് ഇച്ചിരി തരുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈയും എനിക്ക് വേണ്ടാത്തതല്ല ഫ്രണ്ട്സേ, തരാത്തതാണ്, അറിയാമല്ലോ. ചിക്കൻ ആർക്കും കൊടുക്കത്തില്ല. പിന്നെ മീൻകറി ഉണ്ട്. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്നലെ തന്നെ മീനൊക്കെ മേടിച്ച് വെച്ചു. ചൂര മീനാണ്, 3 എണ്ണം വാങ്ങിച്ചു. ചെറുതാണ്, അതിൽ 2 എണ്ണം ഞങ്ങളിന്ന് എടുത്തു, ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാൾ സ്കൂളുണ്ട് കേട്ടോ. അപ്പം ഫ്രൈ ചെയ്ത് കൊടുത്തു കൊണ്ടല്ലോ. മീൻ പൊരിച്ചതില്ലാണ്ട് ചോറ് കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ ഇച്ചിരി അച്ചാറുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് കറി. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. മീൻ കണ്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അവനെ കുളിച്ചാലേ എനിക്ക് ആ നാറ്റമൊക്കെ പോവുള്ളൂ. പിന്നെ ഇതാ ചോറ് വിളമ്പുന്നത് ആളെ അറിയാമല്ലോ, എനിക്ക് തരത്തൊന്നുമില്ല. അങ്ങനെ അവൾ തന്നെ ചോറൊക്കെ വിളമ്പി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കഴിച്ചാണല്ലോ, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ഇന്ന് പുറത്തൊന്നും പോകണ്ടല്ലോ, ഇന്ന് എല്ലാവർക്കും റെസ്റ്റ് ആവുമല്ലേ. ഇനി മോൾക്ക് നാളെ മുതൽ പരീക്ഷയാണ്, അപ്പം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ മന്ത്ലി എക്സാമാണ്. പിന്നെന്താ പറയുക, വീട്ടിൽ തന്നെയുണ്ട്, ഇന്ന് റെസ്റ്റാണ്. ഇനി കുറച്ച് തൂക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുകയല്ലേ, പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അമ്മൂട്ടിയുടെയും വക ടാറ്റാ.